അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബെസ്റ്റ് ഫിലിം ഓഫ് ദി ഡീക്കേഡ് ഇൻ ദ വേൾഡ് നമ്മുടെ കേരള സ്റ്റോറി സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കും, എന്നാലും എജാതി സാധനങ്ങളാണ് ഈ ജൂറിയിലൊക്കെ ഇരിക്കണേ. ഈ മതവേഷം അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ കുത്തിക്കയറ്റി മറ്റേ എന്താ പറയുക ഡ്രഗ്സ് ഒക്കെ അഡിക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ജയ് ശ്രീരാം, രാമരാമ സേതു, ഓഹോ മുസ്ലിം ഹറാമാണ്, വേറെ മതങ്ങൾ ഞങ്ങൾക്കെതിരാണ്. ആ ഒരു അഡിക്ഷനിൽ എന്താ പറയുക ഡ്രഗ് അടിക്കുന്ന പോലെ മതം അടിച്ച് കയറ്റിയിട്ട് സിനിമ കാണാണ്ട് ഓക്കെ അവർ വേറെ മതത്തിനെതിരാണ്, നമ്മുടെ മതത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, പൊളിക്കും, ഒരു നാഷണൽ അവാർഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഈ ജൂറിയിൽ പിടിച്ചിരുത്തുന്ന ഈ ഈ മക്കളെ എന്താണ് ശരിക്കും പറയേണ്ടത്? അതും കേരള സ്റ്റോറി നിങ്ങൾ ആ പടം കറക്റ്റായിട്ട് പ്രൊപ്പഗാൻഡ മൂവി ആണെങ്കിലും നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കും, ഉള്ള കാര്യം പറഞ്ഞു ഓക്കെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലാന്നില്ല. പക്ഷെ നിങ്ങൾ അതിൽ പറഞ്ഞ 37 സ്ത്രീകൾ പോയിട്ടുണ്ട് എന്നാണ്. എവിടെയാണ് 37 സ്ത്രീകൾ പോയത്? എന്നിട്ട് നമ്മുടെ നാട്ടിൽ കുറെ ഊച്ചാളി ഡാഷ് മക്കൾ അതിന് സപ്പോർട്ട് ചെയ്യും. അതും ഇപ്പം മെയിനായിട്ട് കമന്റ് ബോക്സിൽ പറയുന്നത് അയ്യോ നിങ്ങൾ കഴിഞ്ഞ തവണ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയാടേ, അത് സിനിമ ചെയ്ത് ഈ കേരള സ്റ്റോറി ചെയ്ത് മലയാളം അറിയാത്ത മലയാളി പെൺകുട്ടി എന്താ പറയുക അങ്ങ് ഞോർത്തപ്പെട്ടു. എനിക്ക് കൊച്ചു മലയാളിക്ക് അറിയാട്ടോ, എന്റെ മുല്ലപ്പൂ മുട്ടോണ്ട് മാത്രമേ എവിടെയാണ് മലയാളി പെൺകുട്ടി ആവുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികൾ സ്വന്തം നാടിനാട് ഇത്ര കരിവാരി തേക്കുന്ന എന്ന ആളുകൾ, എന്നിട്ടും അതിന്റെ താഴെ പോയിട്ട് ജയ് ശ്രീഡും ജയ് നാഷണൽ അവാർഡ് ജയ് ദേശ് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടേ സ്വന്തം നാട്ടിനെ ഇങ്ങനെ കളിയാക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ. ശാപം. അല്ലെങ്കിലും ഈ മതപ്രിയത് തലയെ പിടിച്ചുണ്ടല്ലോ, നാടാണോ വീടാണോ ഒന്നുമില്ല. നമ്മുടെ അച്ഛൻ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പം അത് വേറെ രീതിയിലെത്തും. ശരിയാണ്.